എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസും അതുപോലെ തന്നെ അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് GAM, പിന്നെ മോൾ എന്നൊരു വാക്ക് മനസ്സിലാക്കി, പിന്നെ റിലേറ്റീവ് മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് പോലുള്ള വാക്കുകൾ നമ്മൾ 2 ക്ലാസ് കൊണ്ട് മനസ്സിലാക്കി. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മോൾ എന്ന കൺസെപ്റ്റും ഗ്രാം അറ്റോമിക് മാസും തമ്മിലുള്ള ബന്ധം എന്താണ്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മോൾ എന്ന കൺസെപ്റ്റും ഗ്രാം മോളിക്കുലാർ മാസും തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ വോളിയവും മോളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളത് തന്നെയാണ് കാര്യങ്ങൾ, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമുക്കറിയാം 1 ഗ്രാം അറ്റോമിക് മാസ് ഓക്സിജൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓക്സിജന്റെ അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ് 16U ആണ്. എങ്കിൽ 16 ഗ്രാം ഓക്സിജനെയാണ് നമ്മൾ 1 GAM ഓക്സിജൻ എന്ന് പറയുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെ 1 GAM നൈട്രജൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ പറയാം. നൈട്രജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 14U ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 14 ഗ്രാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 14 ഗ്രാം നൈട്രജൻ ആണെങ്കിൽ അതിനെ നമുക്ക് 1 GAM നൈട്രജൻ എന്ന് പറയാം. നൈട്രജൻ. അതുപോലെ തന്നെ കാർബണിനെ പറ്റി, കാർബണിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 12U ആണ്. അപ്പൊ എങ്കിൽ കാർബണിന്റെ 1 GAM എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് 12 ഗ്രാം ആണ്. 12 ഗ്രാം കാർബൺ. ഓക്കെ. അപ്പൊ ഇനി ഈ പറഞ്ഞിരിക്കുന്ന 16 ഗ്രാം ഓക്സിജനും മോളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 16 ഗ്രാം ഓക്സിജൻ അകത്ത് 1 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 14 ഗ്രാം നൈട്രജൻ അകത്ത് 1 മോൾ നൈട്രജൻ ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്കിൽ 12 ഗ്രാം ഹൈഡ്രജൻ അകത്ത് 12 ഗ്രാം കാർബണിനകത്ത് 1 മോൾ കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം അത്രയേ ഉള്ളൂ. 1 GAM എന്ന് പറഞ്ഞാൽ 1 GAM എന്ന് പറഞ്ഞാൽ അത് 1 മോൾ ആറ്റത്തിന് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നമ്മൾ ഓർമ്മിക്കുന്ന, മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും നമ്മൾ ഓർമ്മിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് അതാണ്. 1 ഗ്രാം അറ്റോമിക് മാസിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ 1 മോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് അതാണ്. 1 GAM ഈക്വൽ ടു 1 മോൾ ആറ്റംസ് ആണ്, അല്ലെങ്കിൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് 16 ഗ്രാം ഓക്സിജൻ അകത്ത് 1 മോൾ ഓക്സിജൻ ആറ്റംസ് അല്ലെങ്കിൽ 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ്. ഓക്കെ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംസാരിച്ചാൽ 6.022 into 10⁻23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ആണ് 16 ഗ്രാം. 6.022 into 10⁻23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ആണ് 16 ഗ്രാം. അപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ 16 ഗ്രാം ഓക്സിജൻ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, അത് 1 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. 1 മോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് 6.022 into 10⁻23
ഓക്സിജൻ ആറ്റംസ് ആണ്. അപ്പൊ എങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു നമ്പർ, ഇപ്പൊ 32 ഗ്രാം ഓക്സിജനകത്ത് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം 16 ഗ്രാം ഓക്സിജൻ എന്ന് വെച്ചാൽ 1 മോൾ ആണ്. സോ 32 ഗ്രാം ഓക്സിജൻ എന്ന് വെച്ചാൽ അത് 2 മോൾസ് ആണ്. സോ 2 മോൾസ് ഓക്സിജൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 2 മോൾ എന്ന് വെച്ചാൽ 2 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ 1 GAM നൈട്രജൻ ഈക്വൽ ടു 14 ഗ്രാം ആണ്. അല്ലെങ്കിൽ 14 ഗ്രാം നൈട്രജൻ ഈക്വൽ ടു 1 മോൾ നൈട്രജൻ ആറ്റംസ്. ഓക്കെ, അല്ലെങ്കിൽ 6.022 into 10⁻23 നൈട്രജൻ ആറ്റംസ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ 6.022 into 10⁻23 നൈട്രജൻ ആറ്റങ്ങളുടെ മാസ് എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 14 ഗ്രാം ആണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം 1 GAM കാർബൺ ഈക്വൽ ടു 12 ഗ്രാം ആണ്. അപ്പൊ അല്ലെങ്കിൽ 12 ഗ്രാം കാർബൺ ഈക്വൽ ടു 1 മോൾ കാർബൺ ആറ്റംസ് ആണ്. അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അറ്റോമിക് മാസും മോളും തമ്മിലുള്ള ബന്ധം അതാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി അടുത്ത കാര്യം, മോളിക്കുലാർ മാസും മോളും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ അത് നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പൊ ആറ്റങ്ങൾ മാറി മോളിക്കൂൾ ആവുന്നു. ഇതുപോലെ 1 GMM ഓക്സിജൻ, ഓക്സിജൻ ഡയറ്റോമിക് ആണ്, O2 ആണ്. O2ന്റെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് നമുക്കറിയാം 32U ആണ്. അപ്പൊ എങ്കിൽ 32 ഗ്രാമിന് പകരം ഓക്സിജൻ മോളിക്യൂൾ പകരം നമുക്ക് 1 GMM എന്ന് പറയാം. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 32 ഗ്രാം ഓക്സിജൻ മോളിക്യൂളിനകത്ത് 1 മോൾ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ 6.022 into 10⁻23 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 6.022 into 10⁻23 ഓക്സിജൻ മോളിക്യൂൾസിന്റെ മാസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് 32 ഗ്രാം ആണ്. അതുപോലെ തന്നെ 6.022 into 10⁻23 ഓക്സിജൻ ആറ്റങ്ങളുടെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 16 ഗ്രാം ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതുപോലെ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ചിന്തിച്ചാൽ 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു, കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്, ഓക്സിജന്റെ 32 ആണ്, ടോട്ടൽ 32 ആണ്. അപ്പൊ അത് കൂട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ GMM 1 GMM ഈക്വൽ ടു 1 മോൾ മോളിക്യൂൾസിന് തുല്യമാണ്. അല്ലെങ്കിൽ 6.022 into 10⁻23 മോളിക്യൂൾസിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസിന് തുല്യമാണ്. അല്ലെങ്കിൽ 6.022 into 10⁻23 CO2 മോളിക്യൂൾസിന് തുല്യമാണ്. ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ഐഡിയ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് പഠിച്ച ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 1 GMM ഈക്വൽ ടു 1 മോൾ ആറ്റങ്ങൾക്ക് തുല്യമാണ്. അല്ലെങ്കിൽ 6.022 into 10⁻23 ആറ്റങ്ങൾക്ക് തുല്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, 1 GAM ഓക്സിജൻ ഈക്വൽ ടു 16 ഗ്രാം ആണ്. 16 ഗ്രാം ഓക്സിജൻ എന്ന് ഉദ്ദേശിക്കുന്നത് 1 മോൾ ഓക്സിജൻ ആറ്റത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റത്തിന് തുല്യമാണ്. അതുപോലെ പഠിച്ച മറ്റൊരു കാര്യം 1 GMM, അത് മോളിക്യൂളിന്റെ കേസിൽ ഗ്രാം മോളിക്കുലർ മാസ് എന്നാണ് പറയേണ്ടത്. 1 GMM ഈക്വൽ ടു അത് 1 മോൾ മോളിക്യൂൾസിന് തുല്യമാണ്. അല്ലെങ്കിൽ 6.022 into 10⁻23 മോളിക്യൂൾസിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്കൊരു ചോദ്യം വന്നാൽ പരീക്ഷയ്ക്ക് ഇതുപോലെ ഈ ചോദ്യം നമുക്ക് പരിശോധിക്കാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 64 ഗ്രാം ഓക്സിജൻ. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ
നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ സ്റ്റെപ്പ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. നമ്മൾ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ സ്റ്റെപ്സ് ഒന്നും എഴുതി ചെയ്യണമെന്ന് പോലും ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ തെറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് എഴുതി നോക്കാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 64 gram ഓക്സിജൻ. ശരി, അപ്പൊ നമുക്കറിയാം ഓക്സിജന്റെ 1 GAM ഓക്സിജൻ ഈക്വൽ ടു 16 gram. ഓക്കെ, 16 gram ഈക്വൽ ടു 1 മോൾ ആറ്റംസ് ആണ്. ശരി, അപ്പൊ എങ്കിൽ അടുത്ത കാര്യം 64 gram ഓക്സിജൻ ഈക്വൽ ടു എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 16 gram ഈക്വൽ ടു 1 മോൾ ആണെങ്കിൽ 64 gram ഈക്വൽ ടു എത്ര മോൾ ആണ്? x മോൾ ആണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 16 into x സമം 64 into 1 അല്ലെങ്കിൽ x സമം 64 divided by 16 equal to എത്രയാണെന്ന് നോക്കിയാൽ കാൽക്കുലേറ്റർ എടുക്കാം. Equal to 4 mole. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു സാധാരണ വഴി എന്ന രീതിയിൽ, വഴിയൊന്നും എഴുതി ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, 64 gram ഓക്സിജൻ ഈക്വൽ ടു അത് 4 മോൾസ് ഓക്സിജന് തുല്യമാണ്. ഓക്സിജൻ ആറ്റംസ്. ഓക്കെ, ഇനി നമുക്കറിയാം 1 മോൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 6.022 into 10⁻23 ആണ്. അപ്പോൾ 4 മോൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 4 into 6.022 into 10⁻23 ആറ്റംസ് ആണ്. സോ 4 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ് equal to 6.022 equal to 24.08 into 10⁻23 oxygen atoms. ഓക്കെ, അപ്പൊ ഇനി ശരിക്കും നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിൽ ഒരു കാര്യമാണ് ഈ ആൻസർ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ആൻസർ റിപ്പോർട്ട് ചെയ്യുന്നത് 1 ഡിജിറ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നോക്ക്, നിങ്ങൾ അവഗാഡ്രോ നമ്പർ തന്നെ എഴുതി പഠിച്ചിരിക്കുന്നത് 6.022 into 10⁻23 എന്നാണ്, അല്ലാതെ 60.22 into 10⁻22 എന്നല്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആൻസർ റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും 1 ഡിജിറ്റ് കണക്കാക്കിയാണ് സാധാരണ ആൻസറുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഓർമ്മിക്കുക. സോ ഇത് നമുക്ക് അങ്ങനെ ശ്രമിച്ചു നോക്കാം. നമ്മൾ കഴിവുള്ളതുപോലെ നമ്മൾ ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ ഈക്വൽ ടു ഇതിനെ 1 ഡിജിറ്റ് ആക്കുന്നത് 2.408 into 10⁻². അപ്പോൾ ഇവിടെ ഒരു 10 ഉണ്ട്, ആ 10 കൂടി ഇങ്ങോട്ട് കയറി വരും. 10⁻23 എന്നുള്ളത് 10⁻24 ആയി ഓക്സിജൻ ആറ്റംസ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ശരി തന്നെ, അപ്പൊ എന്നാലും സയന്റിഫിക് എന്ന് പറയുമ്പോൾ എപ്പോഴും 1 ഡിജിറ്റ് കണക്കാക്കി എഴുതുക എന്നുള്ളതാണ്. അത് കഴിയുന്നത് പോലെ ചെയ്യുക. ഇത്രയും ചെയ്താലും ശരി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, അത് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നായതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കല്ലാതെ തന്നെ മനസ്സിലായി കാണും, ഇത്രയൊന്നും എഴുതാതെ തന്നെ മനസ്സിലായി കാണും. പിന്നെ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം നമുക്കറിയാം 16 gram എന്ന് വെച്ചാൽ 1 മോളാണ്, 64 gram എന്ന് വെച്ചാൽ 4 മോളാണ്. 4 മോൾ എന്ന് വെച്ചാൽ 4 ഗുണം അവഗാഡ്രോ നമ്പറാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഇതുപോലൊരു ചോദ്യം, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 64 gram ഓക്സിജൻ. അപ്പൊ അവിടെ മോളിക്യൂൾ ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഗ്രാം മോളിക്കുലർ മാസിന്റെ കാര്യമാണ്. സോ ആൻസർ ചെയ്യുന്ന സമയത്ത് 1 GMM ഓക്സിജൻ ഈക്വൽ ടു 32 gram ഓക്സിജൻ. ഓക്കെ, അപ്പൊ എങ്കിൽ 64 gram ഓക്സിജൻ ഈക്വൽ ടു ഈ 32 gram എന്ന് വെച്ചാൽ 1 മോൾ മോളിക്യൂൾസിന് തുല്യമാണ്. ശരി, നേരത്തെ ചെയ്തതുപോലെ 32 gram ഈക്വൽ ടു 1 മോൾ ആണെങ്കിൽ 64 gram ഈക്വൽ ടു എത്ര മോൾ ആണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 32 into x സമം 64, x സമം 64 divided by 32 equal to 2 moles. ഓക്കെ, അപ്പൊ എങ്കിൽ 2 മോൾ
oxygen molecules equal to 2 into നമുക്കറിയാം 1 മോൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 6.022 into 10⁻23 ആണ്. എങ്കിൽ 2 മോൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 2 into 6.022 into 10⁻23 ഓക്സിജൻ മോളിക്യൂൾസ് എന്ന് തികച്ചു എഴുതണം. ഈക്വൽ ടു 12.044 into 10⁻23 oxygen molecules equal to. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയന്റിഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഡിജിറ്റ് കണക്കാക്കിയാണ്. അപ്പോൾ 12നെ നമ്മൾ 1.2044 എന്ന് മാറ്റി എഴുതി ഇൻറ്റു, അപ്പോൾ 12ന് 1.2 എന്ന് എഴുതാൻ നേരത്ത് ഒരു 10 കൂടെ ഉണ്ട്, ഇൻറ്റു 10 ഉണ്ട്, ബാക്കി 10⁻23 ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് 10⁻23 10⁻1 കൂടി ചേരുന്ന സമയത്ത് 10⁻24 ആയി മാറ്റാം. ഓക്സിജൻ മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെ, എന്നാലും ആ കൺസെപ്റ്റുകൾ ഒന്നുകൂടി തറവായി ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ആകപ്പാട്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആകപ്പാട് 2 പോയിന്റുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ ഒന്നാമത്തെ പോയിന്റ് 1 GAM ഈക്വൽ ടു 1 മോൾ ആറ്റത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ 6.022 into 10⁻23 ആറ്റത്തിന് തുല്യമാണ്. അതുപോലെ തന്നെ 1 GMM ഈക്വൽ ടു 1 മോൾ മോളിക്യൂളിന് തുല്യമാണ്, അല്ലെങ്കിൽ 6.022 into 10⁻23 മോളിക്യൂൾസിന് തുല്യമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസറുകൾ ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസറുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് അതുപോലെ എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വഴി എഴുതി ചെയ്യുക, എങ്ങനെയാണ് സൗകര്യം പോലെ ആൻസർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ശരി. അപ്പൊ ഇതുപോലൊരു ചോദ്യം, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ, അപ്പൊ അത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയെന്ന് ചോദിച്ചാൽ അത് 16U എന്നാണ് പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗ്രാമിൽ പറയാൻ പറഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയെന്ന് ചോദിച്ചാൽ 16 ഗ്രാം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം 16 ഗ്രാം ഓക്സിജൻ അകത്ത് ഇത്രയും ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം എന്നാണ്. 6.022 into 10⁻23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ചോദിച്ചാൽ, അത്രയും ചേർത്ത് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 16 ഗ്രാം ആണ്. എങ്കിൽ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം മാസ് ഓഫ് 6.022 into 10⁻23 oxygen atoms equal to 16 gram. അതിൽ ആർക്കും സംശയമില്ല. 6.022 into 10⁻23 ഓക്സിജൻ ആറ്റങ്ങളുടെ മാസിന് തുല്യമാണ് 16 ഗ്രാം. ഓക്കെ, എങ്കിൽ therefore mass of 1 oxygen atom equal to എത്ര? ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെയും ചെയ്യാം. 6.022 into 10⁻23 സമം 16 എങ്കിൽ 1 ഈക്വൽ ടു എത്രയാണ്? 3 ഈക്വൽ ടു 16 ഗ്രാം എങ്കിൽ 1 ഈക്വൽ ടു എത്രയാണ്? സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6.022 into 10⁻23 into x സമം 16 ഗുണം 1. സോ x ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 6.022 into 10⁻23. ഓക്കെ, നമുക്ക് എഴുതാം 16 divided by 6.022 into 10⁻23 equal to
16 divided by 6.022 equal to 2.656 into ഈ 10 raised to 23 മുകളിലോട്ട് വരുമ്പോൾ 10 raised to minus 23 ആണ്, സോറി 23 ആയി. 10 raised to 23 എന്നുള്ളത് മുകളിൽ എഴുതുമ്പോൾ 10 raised to minus 23 ആണ് ഈ ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം ചോദിച്ചാൽ നമുക്കറിയാം 16 divided by 6.022 into 10 raised to 23 equal to 2.65 into 10 raised to minus 23 gram. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മാസ് ഓഫ് 1 നൈട്രജൻ ആറ്റം ചോദിച്ചാൽ 1 നൈട്രജൻ ആറ്റം എന്ന് ചോദിച്ചാൽ 6.022 into 10 raised to 23 നൈട്രജൻ ആറ്റത്തിന്റെ മാസ് 14 ഗ്രാം എങ്കിൽ ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ് ചോദിച്ചാൽ 14 divided by 6.022 into 10 raised to 23 എത്രയാണെന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്കിൽ മാസ് ഓഫ് 1 കാർബൺ ആറ്റം എന്ന് ചോദിച്ചാൽ 12 divided by 6.022 into 10 raised to 23. മാസ് ഓഫ് 1 സൾഫർ ആറ്റംസ് എന്ന് ചോദിച്ചാൽ 32 divided by 6.022 into 10 raised to 23. അങ്ങനെയല്ലോ. അപ്പോൾ നോക്കാം, അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ നേരത്ത് എല്ലായിടത്തും ഒരു 1 by അവഗാഡ്രോ നമ്പർ ഇവിടെ നോക്കിയാൽ അറിയാം. 1 by അവഗാഡ്രോ നമ്പർ എന്ന് കിട്ടാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്കിൽ 1 by അവഗാഡ്രോ നമ്പറിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. 1 by അവഗാഡ്രോ നമ്പർ അതിന്റെ വാല്യൂ 1.66 into 10 raised to minus 24 ആണ്. ഓക്കെ, അപ്പൊ എന്തിനാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇപ്പൊ നോക്കാം. നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ഞാൻ വേറെ രീതിയിൽ ചെയ്ത് കാണിക്കാം. മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം ഈക്വൽ ടു ഇങ്ങനെ 16 into 16 divided by 6.022 into 10 raised to 23 എഴുതുന്നതിന് പകരം 1 by അവഗാഡ്രോ നമ്പറിന് പകരം ഈ വാല്യൂ എടുക്കാം. 1.66 into 10 raised to minus 24 equal to, അത് നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കുമ്പോഴും കിട്ടുന്ന ആൻസർ എത്ര തന്നെ, into 10 raised to minus 23. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഈസി ആവും എന്നേ ഉള്ളൂ. ഡിവിഷന് പകരം നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പൊ അങ്ങനെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ, അതായത് എൻട്രൻസ് പോലുള്ള പരീക്ഷകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഓർമ്മിച്ചോണം. ഇത് ഇങ്ങനെയും ചെയ്യാം. അപ്പൊ അതിൽ എളുപ്പമായ വഴി എന്ന് വെച്ചാൽ ഈ 1 by അവഗാഡ്രോ നമ്പറിന് പകരം കിട്ടുന്ന വാല്യൂ വെച്ച് അതിനെ മൾട്ടിപ്ലൈ എഴുതിയാൽ മതി. സോ ആ നമ്പർ ഓർത്തിരിക്കുക. 1 by 6.022 into 10 raised to 23 equal to 1.66 into 10 raised to minus 24. ഓക്കെ, അപ്പൊ എങ്കിൽ അടുത്തൊരു ചോദ്യം, മാസ് ഓഫ് 1 സൾഫർ ആറ്റംസ് ഈക്വൽ ടു, ഇങ്ങനൊരു ചോദ്യം വന്നാൽ മാസ് ഓഫ് 1 സൾഫർ ആറ്റം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ് ഓഫ് 1 സൾഫർ ആറ്റം ഈക്വൽ ടു 32 divided by 6.022 into 10 raised to 23 എന്ന് ചെയ്യുന്നതിന് പകരം ചെയ്യേണ്ടത് 32 into ആ വാല്യൂ 1.66 into 10 raised to minus 24 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഈക്വൽ ടു 12 divided by 6.022 into 10 raised to 23 എന്ന് പറയുന്നതിന് പകരം 12 into 1.66 into 10 raised to minus 24 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാം. ഒരു നമ്പർ ഓർത്തിരുന്നാൽ മതി. 1 by 6.022 into 10 raised to 23 equal to 1.66 into 10 raised to minus 24 എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ എങ്കിൽ അടുത്ത ചോദ്യം, മാസ് ഓഫ് 1 ഓക്സിജൻ മോളിക്യൂൾ അത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ചെയ്യാം. മാസ് ഓഫ് 1 മോളിക്യൂൾ ഈക്വൽ ടു oxygen relative molecular mass 32, 1 gmm equal 32 into 1.66 into 10 raised to minus 24. Okay, അപ്പോൾ എങ്കിൽ മാസ് ഓഫ് 1 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഈക്വൽ ടു 44 into 1.66 into 10 raised to minus 24. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതിലൊരു കാര്യം ആവർത്തിച്ച് പറയുന്നു, 1 GAM equal to 1 mole atoms equal to 6.022 into 10 raised to 23 atoms. അതുപോലെ തന്നെ 1 GMM equal to 1 mole molecules equal to 6.022 into 10 raised to 23 molecule.
ഇനി ഓർമ്മിക്കേണ്ട ഒരു നമ്പർ 1/6.022 into 10 raised to 23 equal to 1.66 into 10 raised to -24 എന്ന നമ്പർ കൂടെ ഓർത്തിരിക്കുക. അപ്പം അതിനെ ബേസ് ചെയ്ത് ലോജിക്കലായിട്ട് ചോദ്യങ്ങൾ ചെയ്യുക. ഒന്നിനും വഴി എഴുതി ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസറുകൾ മനസ്സിൽ ചെയ്ത് നോക്കുക. അതിന് ഇന്ന വഴിയൊന്നുമില്ല, എങ്ങനെ വേണം നമുക്ക് ഉത്തരം ചെയ്താൽ മതിയെന്ന് മനസ്സിലാക്കുക. അത് ഒറ്റ സ്റ്റെപ്പിലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പിൽ രണ്ട് സ്റ്റെപ്പ്, ഏത് രീതി വേണം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കാം. ആൻസർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെ, അതായത് STP യിൽ സൂക്ഷിക്കുന്ന ഏതൊരു ഗ്യാസിന്റെയും, നമുക്ക് പ്രാധാന്യമുണ്ട്, ഗ്യാസിന് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കണം എങ്കിൽ 22.4 ലിറ്റർ, അതായത് 22,400 ml ഈക്വൽ ടു 1 മോൾ മോളിക്യൂൾസിന് തുല്യമാണ്. ഈക്വൽ ടു 6.022 into 10 raised to 23 മോളിക്യൂൾസിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിന് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും മാസിനെ മോളുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ, ഈ അവസാനം പറഞ്ഞ കാര്യത്തിനെ വോളിയത്തിന് മോളുമായിട്ട് കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. സോ വോളിയവും മോളും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതിങ്ങനെയാണ് 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ്, അല്ലെങ്കിൽ 22,400 ml ഓഫ് എനി ഗ്യാസ് ഈക്വൽ ടു 1 മോൾ മോളിക്യൂളിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിന് തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകപ്പാടെ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, മോൾ എന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. അതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ലോകത്തിലുള്ള ഏത് വസ്തുവായാലും ശരി, 1 മോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 6.022 into 10 raised to 23 എണ്ണമാണെന്ന് മനസ്സിലാക്കുക. 1 മോൾ ആറ്റംസ് എന്ന് വെച്ചാൽ 6.022 into 10 raised to 23 ആറ്റംസ്. 1 മോൾ മോളിക്യൂൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 6.022 into 10 raised to 23 മോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത 1 GAM equal to 1 mole atoms ആണ്, അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. 1 GMM equal to 1 mole molecules ആണ്, അല്ലെങ്കിൽ equal to അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. ഇനി STP യിൽ സൂക്ഷിക്കുന്ന ഏതൊരു ഗ്യാസിന്റെയും 22.4 ലിറ്റർ ഈക്വൽ ടു, അല്ലെങ്കിൽ 22,400 ml ഈക്വൽ ടു 1 മോൾ മോളിക്യൂളിന് തുല്യമാണ്. ഇനി ഓർമ്മിക്കേണ്ട മറ്റൊരു നമ്പർ കൂടെ, 1 അവഗാഡ്രോ നമ്പറിന് പകരം 1.66 into 10 raised to -24 എന്ന് നമുക്ക് കാൽക്കുലേഷനിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ലവണ്ണം ചെയ്ത് നോക്കുക. ഒരുപാടൊന്നും കോംപ്ലിക്കേഷൻ വേണ്ട. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് അതിന്റെ ഉത്തരം മനസ്സിൽ തെളിഞ്ഞു വരും. ആൻസർ എഴുതി നോക്കുക, ശരിയാണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി ആൻസർ കിട്ടാൻ വേണ്ടി വഴികൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ ഒരു പ്രശ്നമില്ല. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലവണ്ണം ചെയ്ത് പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയം വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അതിന്റെ നമ്പർ കൂടെ ഞാൻ ഇതിന്റെ കൂടെ തരാം. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ സംശയം വരുന്ന എന്ത് കാര്യങ്ങളായാലും ശരി, ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഏത് സംശയമായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, വിളിക്കാൻ മടിക്കരുത്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.